നമസ്കാരം. രസകരമായുള്ള ഒരു സംഭവമാണ് ഇന്നലത്തെ ടാസ്കിനിടയ്ക്ക് നടന്ന വലിയൊരു സംഭവമാണ്. അത് വലിയൊരു ഇഷ്യൂ ആയി മാറിയിട്ടില്ല, പക്ഷേ ഇഷ്യൂ ആയിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ നമുക്കുണ്ട്. ആരെങ്കിലൊക്കെ ഒന്ന് കത്തിച്ച് വിട്ടാൽ മതി, അതവിടെ ആളി പടർന്നോളും. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബ്കർ ഖാന് ഭയങ്കര കഷ്ടകാലമാണ്. അബ്കർ ഖാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബ്കറിന് നമ്മുടെ ഇതിനു മുമ്പ് പലരും നോക്കി, അനുവിനെ നോക്കി എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ ഗിസേലിൻ്റെ പല സ്ഥലത്തേക്കും നോക്കി എന്ന് പറഞ്ഞുള്ള വേറൊരു പരാതി, ഷാനവാസ് പറഞ്ഞ പരാതി വേറെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പലരും അബ്കർ ഖാനിന് വേണ്ടിയിട്ട് പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് അബ്കറെ, നീ കോഴിയാണോ? ഇവിടെ ഇപ്പോൾ പുറത്ത് രാഷ്ട്രീയക്കാരെ കോഴിയും കൊണ്ടൊക്കെ സമരം ചെയ്യുന്നുണ്ട്. പാലക്കാട് കുറേ കോഴിച്ചാത്തന്മാരെയൊക്കെ കൊണ്ടിട്ടാണ് കളക്ടറേറ്റിലേക്കും മറ്റൊരുത്തേക്ക് സമരം നടക്കുന്നത്. എന്താണ്, രാഹുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് ആരെയൊക്കെയോ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോഴീനെയും കൊണ്ട് പോണത്. ഇനി ബിഗ് ബോസിൻ്റെ ഉള്ളിലും കോഴീനെയും കൊണ്ട് സമരം ചെയ്യേണ്ടി വരുമോ നിങ്ങൾക്ക്? അബ്കർ ഖാന് എതിരായിട്ട് ഇപ്പോൾ പുതിയൊരു ആരോപണം, അതെന്ന് പറയാനാണ് നമ്മളിന്ന് ഇത്രയും മുഖവരെ പറഞ്ഞത്. അല്ലാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ അവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും കൂടി കെട്ടിമറിയാം. ഈ കെട്ടിമറയണ സമയത്ത് അബ്കർ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇസേലിൻ്റെ മൊലേമ പിടിച്ചു എന്നാണ് പറയണത്. അതൊരു വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടമല്ല, 4 വട്ടമല്ല, 5 പ്രാവശ്യം ഇസേലിൻ്റെ മൊലേമ പിടിച്ചു എന്നാണ് പറയണത്. അപ്പോൾ ഇത് ആര് കണ്ടു? ഈ തിക്കും തിരക്കൻ്റെ ഉള്ളിൽ കുറുക്കനെ പോലെ ഇവിടെ ആരെങ്കിലും പെണ്ണുങ്ങളെ മൊലേമ ഇതിൻ്റെ ഇടയിൽ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കി കണ്ടത് ആരാണ്? ഒണിയൽ സാബാണ് ഇത് കണ്ടത്. കണ്ടപ്പോൾ ഒണിയൽ സാബു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് തീ കത്തുമ്പോൾ പെരേന്ന് കഴുക്കോല് ഊരുന്നത്, ആരാണ് പെര കത്തുമ്പോൾ വാഴ വെട്ടുന്നത്, ഇതൊക്കെ നോക്കി നിൽക്കല ഒണിയൽ സാബുവിൻ്റെ പണി. നമ്മളൊന്നും കണ്ടില്ല കേട്ടാ. അവിടെ ഒരാളുടെ മുകളിൽ ഒരാൾ, അതിൻ്റെ മുകളിൽ വേറെ ആൾ, അതിൻ്റെ മുകളിൽ വേറെ ആൾ, ഇങ്ങനെ അട്ടിയിട്ട് കിടക്കണ കണ്ടു. അവിടെ മോലമ പിടിക്കാനോ തൊടയമ പിടിക്കാനോ ഒന്നും കണ്ടതായിട്ട് നമുക്ക് ഓർമ്മയില്ല. ഒണിയൽ സാബു അത് കണ്ടു. പക്ഷെ നമ്മൾ ടി വിയിലല്ലേ കാണുന്നത്, അവരവിടെ ലൈവായിട്ട് കാണാൻ തൊട്ടടുത്ത് നിൽക്കല്ലേ. ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടാവാം. ഒണിയൽ സാബുവിന് അത് സഹിച്ചില്ല. ഒണിയൽ സാബു പറഞ്ഞു, അയ്യോ എന്തത്, അവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒനിയൽ സാബു അത് ശാരികയോട് പറഞ്ഞു. ആ പറഞ്ഞ കാര്യം ശാരിക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നിയുടെ അടുത്ത് വന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയിൽ ഈ ശാരികയും ബിന്നും കൂടിയുള്ള ചർച്ചകളാണ്. എന്താണ്, ഒനിയൽ സാബു പിടിച്ചു. അപ്പോൾ നമ്മുടെ ബിന്നി പറയുന്നത് അത് ശരിയാണ്, അത് ഞങ്ങളിവിടെ എല്ലാവരും പറയുന്നത് കേട്ടു, അവങ്ങനെ പിടിച്ചു എന്നുള്ളത് പറയുന്നത് കേട്ടു, അവൻ്റെ സ്വഭാവം ശരിയല്ല, ഇവർ തമ്മിൽ തുടങ്ങി. അപ്പോൾ അങ്ങനെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഒരു അബ്കർ അങ്ങനെ ഒരു വൃത്തികേട് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഇവർ ഈ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ കഥകളാണ്. അല്ലാണ്ട് ആ അബ്കറിനെ വളരെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഇവർ മെനഞ്ഞെടുക്കുന്ന ഓരോ കഥകളാണ്. അപ്പോൾ ഇവരെന്തുണ്ടായി, ലാസ്റ്റ് വന്നിട്ട് ഗിസേലിൻ്റെ അടുത്ത് തന്നു. ഈ സംഗതി ഗിസേലാണുള്ളതിൻ്റെയൊക്കെ ഒരു ഗിസേലിൻ്റെ ഇതിലല്ലേ പിടിച്ചത്, മാറിലല്ലേ പിടിച്ചത്. അപ്പോൾ ഗിസേലിൻ്റെ അടുത്ത് തന്നു. ഗിസേലെ, നിൻ്റെ ശരീരത്തിൽ ഇന്ന സ്ഥലത്ത് നമ്മുടെ അബ്കർ ഖാൻ പിടിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗിസേൽ പറഞ്ഞു, എഞ്ചിട്ടപ്പോൾ കയ്യേറ്റൊക്കെ വരുന്ന കണ്ടു, പിടിച്ചതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ അങ്ങനെ നടന്നിട്ടില്ല. നമ്മുടെ മേത്ത് ഒരാൾ അടിക്കുക പിടിക്കുക ചിരിക്കുക ചാടിയോ ചവിട്ടാ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം ആദ്യം അറിയേണ്ടത്, ഒണിയൽ സാബു അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പോൾ ഈ പുറത്ത് നടക്കണ പോലെ തന്നെ ഈ അകത്ത് വന്നാലും ഈ പെണ്ണുങ്ങളെ പേരും പറഞ്ഞ് പല ആൾക്കാരെ എത്തിക്കും. ഇങ്ങനെ ഓരോ ആരോപണങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇവിടെ തന്നെ ഇവരെ ഈ സദസ്സിൽ പടച്ചു വിട്ടിട്ടുണ്ട്. അതിങ്ങനെ കത്തിപ്പെടാനുണ്ട്. അതൊക്കെ വളരെ മോശമായുള്ള കാര്യങ്ങളാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്കർ ഖാനും പുറത്ത് വീടുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ആൾക്ക് പരിചയക്കാരുണ്ട്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചിന്ത വെച്ച് ഇവിടെ വന്നൊന്ന് കളിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു മാന്യനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അബ്കർ ഖാൻ അങ്ങനെ ഒരു പെണ്ണുങ്ങളെ സൂക്ഷിച്ച് നോക്കാനോ അങ്ങനെ ഒരു ആർത്തിയുള്ള ആളോ അങ്ങനെ ഒന്നും നടക്കില്ല എന്നുള്ള അവരെ കുടുംബക്കാർക്ക്, ഭാര്യയ്ക്കും അവരുടെ ബന്ധുക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഒരാളെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏത് പെണ്ണുങ്ങൾ വിചാരിച്ചാലും നടക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മുടെ ആൾക്കാർ തന്നെ, ആണുങ്ങൾ തന്നെയാണ് കൂട്ട്. ആണുങ്ങളെ ഒനിയൽ സാബു കണ്ടു എന്നല്ല പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഒനിയൽ സാബു കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺമണിയുടെ ചേട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ ആകാശവാണിയാക്കിയോളൂ എന്നുള്ളത് ഒനിയൽ സാബുവിന് അറിയാം. പിന്നെ ഒനിയൽ സാബുവിൻ്റെ ഡ്യൂട്ടി ഒഴിഞ്ഞു നിന്നാൽ മതിയല്ലോ. അബ്കർ ഖാൻ അങ്ങനെ, എൻ്റെ പേരും വലിയ മെനക്കെട്ട പേരാ.
അബ്കർ ഇങ്ങനെ ഒരു ഈ ബുദ്ധിമോശം ചെയ്യുന്നു. ഇതൊക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന കാര്യമാണ്. നമ്മൾ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ചെയ്യില്ല. ഇങ്ങനെ ഒരു ഇതിന് മുമ്പ് എത്രയോ ടാസ്കുകൾ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിന്നും തട്ടിന്നൊക്കെ വരും. ചിലപ്പോൾ കൈയൊക്കെ ചിലപ്പോൾ അറിയാണ്ട് ചിലപ്പോൾ ദേഹത്തോ സ്വകാര്യ ഭാഗങ്ങളിലോ മലയോമലോ ഒക്കെ തട്ടുമെന്ന് വരും. അതൊന്നും അറിഞ്ഞ് ചെയ്യുന്നതല്ല. ഇവിടെ ഇവരെ ഞാൻ മനസ്സിലാക്കിയത്തോളം ഇവിടെ അങ്ങനെ ഒരു കാമക്കടുവകളൊന്നും ഇവിടെ ഇല്ല. കഴിഞ്ഞ സീസണിൽ കുറേ കടുവകൾ ഉണ്ടായിരുന്നു. ഫാമിലിയുള്ള ഒരു വീട്ടിൽ പോലും ടി വി ഓൺ ചെയ്ത് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ കാമക്കടുവകളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ. ഈ സീസണിൽ അങ്ങനെ കാമക്കടുവകളൊന്നും ഇല്ല. ഇപ്പോൾ അതേ ശരത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു വന്ന ഒരാഴ്ച കഴിയുമ്പോൾ അവരായിട്ട് ഇതൊരു ചെറിയ ക്ലോസ് ആയി. അതിനിപ്പോൾ ഇവിടെ വേറെ രീതിയിൽ അതിനെ ചിത്രീകരിച്ചു. അപ്പോൾ അതൊക്കെ ഇവിടെ നടക്കുന്നുള്ളൂ. ഇവിടെയൊക്കെ ഈ സീസണിൽ വളരെ ഡീസൻ്റാണ് ഈ കാര്യത്തിൽ. ആർക്കും അങ്ങനെ ഒരു കമ്പിയായിട്ട് ഓടി നടക്കുന്ന പെണ്ണുങ്ങളും ഇല്ല, കമ്പിയായിട്ട് ഓടി നടക്കുന്ന ആണുങ്ങളും ഇല്ല. ഇത്തിരിങ്കിലൊക്കെ മുതലെടുത്ത് നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവീനാണ്. അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ഒരു ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യത്തിൽ കുറിച്ച് അവൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവന് പെണ്ണുങ്ങളായിട്ടും നല്ല ബന്ധമാണ്, ആണുങ്ങളായിട്ടും നല്ല ബന്ധമാണ്. പക്ഷെ അത് അതിൽ വിട്ടിട്ട് പോയിട്ടുമില്ല. അപ്പോൾ അവൻ്റേതായുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ നിൽക്കണമെന്നുള്ളൂ. അതിൽ വേറൊരാൾക്ക് ഒരു പരാതിയോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഉള്ളിടത്തോളം കാലം ഈ സീസണിൽ പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും വളരെ ഡീസൻ്റാണ്. എല്ലാവർക്കും കുടുംബങ്ങളുണ്ട്. അവർക്ക് നാളെ പുറത്തിറങ്ങി നടക്കണം എന്ന് വിചാരിച്ച് എല്ലാവരും കളിക്കുന്നവരാണ് എനിക്ക് മനസ്സിലായുള്ളവർ. അല്ലാണ്ട് അവർ ഒരാളെ തുടമ പിടിക്കണമെന്നോ അല്ലെങ്കിൽ ഒരാളെ മുട്ടിയിരിക്കണമെന്നോ ഒരാളെ മടിയെ കിടക്കണമെന്നോ ഒരാളെ മുലമ പിടിക്കണമെന്നൊന്നും ഒരു ചിന്തയുള്ള ഒരാളെ പോലും നമ്മൾ ഈ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ എങ്ങനെ ഒണിയൽ സാബു ഇത് കണ്ടു എന്ന് എനിക്കൊരു പിടുത്തമില്ല. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെ രാത്രിയായപ്പോൾ നമുക്കും ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്. രാത്രിയായപ്പോൾ ഇവിടെ അപ്പാനി ശരത്ത് എല്ലാ സ്ത്രീകളെയും വിളിച്ചിരുത്തിയിട്ട് ഒരു പ്രേതകഥ പറയുന്നുണ്ട് എല്ലാവരും പേടിപ്പിക്കാനായിട്ട്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരൻ അവൻ പ്രേതമായിട്ട് സംസാരിക്കാറുണ്ട്. ഞാനും എൻ്റെ ഭാര്യ അവനും കൂടി കാറിൽ പോകുമ്പോൾ അവൻ്റെ ഒരു കൂടെയുള്ള പ്രേതത്തിനോട് അവൻ നേരിട്ട് സംസാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കുറേ കഥകൾ പറഞ്ഞിട്ട് കുറേ പെണ്ണുങ്ങളെ മൂപ്പര് പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചിലവർ പറയുന്നുണ്ട് നിനക്ക് അവനക്ക് വല്ല പ്രാന്താവും, വല്ല പ്രാന്താശുപത്രിയെ കൊണ്ടിടും. ഈ കാലഘട്ടത്തിലല്ലേ പ്രേതം പിശാചൊക്കെ നടക്കുന്നത്. ഇതൊന്നും നടക്കണ കാര്യമൊന്നുമല്ല. ഇപ്പം ഒന്നും ഇല്ല പ്രേതം പിശാചും. എൻ്റെ മോൾ അതല്ലാട്ടാ, പ്രേതം പിശാചൊക്കെ ഉണ്ട്. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മാത്രമേ നമുക്ക് നശിച്ചു പോകുന്നുള്ളൂ. നമ്മുടെ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മാവ് നമ്മൾ അരിയെത്തിയിട്ടാണ് മരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പറയണ സമയത്ത് നമ്മൾ മരിക്കുക വെച്ചാൽ നമുക്കൊരു കുഴപ്പമില്ല. നമുക്കിവിടെ ആത്മാവായിട്ട് ഭൂമിയിൽ അലഞ്ഞ് നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. അല്ലെങ്കിൽ ആ ആത്മാവ് നമ്മൾ വണ്ടി ഇടിച്ച് മരിക്കുകയെ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും വെട്ടിക്കൊല്ലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മരിച്ചാൽ ആ ആത്മാവിനെ ദൈവം അംഗീകരിക്കില്ല. അവനും മരിക്കാനും ഒരു സമയം കൊടുത്തിട്ടുണ്ട്. അവൻ്റെ കയ്യിലിപ്പോൾ അവൻ നേരത്തെ മരിച്ചു. അപ്പോൾ ആ സമയം വരെ നീ ഇവിടെയുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നീ ഇവിടെ തന്നെ ജീവിക്കുക. ഇവിടെ തന്നെ നിൻ്റെ ആത്മാവ് കറങ്ങി നടക്കട്ടെ. നിനക്കൊരു വേറൊരു ബർത്ത് അല്ലെങ്കിൽ നിനക്ക് വേറൊരു ശരീരം അത് നിനക്ക് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ ചിലപ്പോൾ കൊല്ലങ്ങളും വർഷങ്ങളും ഒക്കെ എടുക്കേണ്ടി വരും. അതുവരെ നമ്മുടെ കൂട്ടുകാരായാലും വീട്ടുകാരായാലും ബന്ധുക്കളായാലും മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കിടന്ന് നടക്കും. അപ്പാനി ശരത്ത് ആ കൂട്ടുകാരൻ്റെ കഥ പറഞ്ഞത് സത്യമാണ് കേട്ടോ. ആരും അത് നുണയാന്ന് വിചാരിച്ച് തള്ളിക്കളയണ്ട. ഇപ്പോഴും നിങ്ങളിപ്പോൾ ഈ കഥ കേൾക്കുന്നവരും ഈ യുക്തിവാദികളായാലും ഇനിയിപ്പോൾ പ്രേതത്തിന് വിശ്വസിക്കാത്തവരായാലും 4-5 പേര് ആത്മഹത്യ ചെയ്തുള്ള ഒരു വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു രാത്രി ആ വീട്ടിൽ ആൾ താമസമില്ലാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു ദിവസം രാത്രി താമസിക്കാൻ പറ്റുമോ? എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും എനക്കോ കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മളെ മനസ്സിലറിയാം. അവിടെ ഒരാൾ ഇത്രയും ആൾക്കാർ മരിച്ചുള്ളതാണ്. ഇവിടെ ഇന്ന് എന്തോ പ്രേതങ്ങളുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഉറക്കവും വരില്ല. എന്തെങ്കിലും വല്ല എലി ചാടുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വല്ല അറ്റാക്കായിട്ട് മരിക്കുകയും ചെയ്യും. അപ്പോൾ അതെന്താണ് നമുക്ക് തന്നെ അറിയാം. നമ്മൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഒരു രാത്രിയിൽ നമ്മൾ ഒറ്റപ്പെട്ട് പോകുമ്പോൾ ആ പ്രദേശത്തിനെ കുറിച്ച് അറിയുന്നവരായാലും അറിയാത്തവരായാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഭയം കയറി വരികയും ചെയ്യും. നമ്മൾ പേടിക്കുകയും ചെയ്യും. പേടിക്കുമ്പോൾ പ്രേതം ആത്മാക്കൾ നെഗറ്റീവ് ആത്മാക്കളൊക്കെ അവിടെ പ്രദേശത്തുണ്ടാവും. ഭയപ്പെട്ട ആൾക്കാരുടെ ശരീരത്തിൽ കയറാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കും. അപ്പോൾ നമ്മൾ അപ്പാനിനെ കുറ്റം പറയണം കേട്ടോ. അപ്പാനി പറഞ്ഞ സത്യമാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.